നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് കിരണും കല്യാണിയും കൂടെ കടത്തിന്റെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയത്ത് വേലുണ്ട് തേനൊക്കെ കൈ പിടിച്ചോണ്ട്. അങ്ങനെ വേലുവിനോട് അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഇനിയിപ്പം അടുത്ത മാസം കിട്ടുന്നതിന്റെ മാക്സിമം തേന് ചേർച്ച് അങ്ങോട്ടേക്ക് പോരാൻ പറയണം. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ, സാറിന് വീടും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ കാട്ടിലുള്ള, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോന്നാ മതി, ഇടയ്ക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ ഉത്സവത്തിനന്ന് താമസിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ഏറ്റവും ഉറപ്പായിട്ട് ഞങ്ങൾ എത്തിയേക്കാന്നൊക്കെ പറയണം. അങ്ങനെ കടത്തിന്റെ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കടത്തുകാരൻ വേലുവിനോട് പറഞ്ഞു, ഇന്ന് കോളടിച്ച് കാണൂലോടാ നീ, സാറന്മാരുടെയും നല്ല പൈസ കിട്ടി കാണൂലേ? വേലു പറഞ്ഞു, അത്രയ്ക്കൊന്നുമില്ല, അത്യാവശ്യത്തിന്. നിനക്കെന്താണെങ്കിലും നാട്ടിലേക്ക് വരണ്ട വന്നില്ലല്ലോ, ഇവിടെ തന്നെ വന്ന് ആള് വാങ്ങിച്ചോണ്ട് പോയില്ലേ? അങ്ങനെയൊക്കെ വേലുവിനോട് പറയുന്നുണ്ട്. ഒടുവില് വേലുവിനോട് യാത്ര പറഞ്ഞിട്ട് അവര് തിരികെ പോവാണ്. പോകുന്ന സമയത്ത് കിരണിനോട് കടത്തുകാരൻ ചോദിച്ചു, അല്ല സാറേ, സാറ് പോയിട്ട് സാർ അന്വേഷിച്ച ആളെ കുറിച്ച് എന്തെങ്കിലും വിവരമൊക്കെ കിട്ടിയോന്ന് ചോദിച്ചു. ഏയ് ഇല്ല, അവനെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാ. എങ്കിൽ പിന്നെ അവനെ ഇനി അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ. പിന്നെ ഈ വേലു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് പറഞ്ഞേനം, അങ്ങനെയൊന്നും അവിടെ കാണാൻ വഴിയില്ല എന്ന് പറയണം. പക്ഷെ ഈ സമയത്ത് കല്യാണിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു പക്ഷേങ്കില് അവൻ ഈ കാട്ടിൽ തന്നെ ഉണ്ടോ? അവരുടെ മുഖത്തൊരു പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ കല്യാണി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കിരണും കല്യാണിയും പോയി കഴിഞ്ഞപ്പോഴാണ് ഗംഗാപ്രസാദിന്റെ ശ്വാസം നേരെ വീണേ. ഗംഗാപ്രസാദ് അമലുവിനോട് പറഞ്ഞു, അവരെന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി വന്നാന്ന് തോന്നേ, ഞാൻ ഇവിടെ ഉണ്ടെന്നെങ്ങാനും വേലു പറഞ്ഞു കൊടുക്കോ? അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വഴിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അവന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ അച്ഛനും അമ്മയൊക്കെ അവനെ വെറുതെ വിടുമെന്ന് കരുതിയിട്ടാണോ ഇരിക്കുന്നത്? ഒരിക്കലും. അതുകൊണ്ട് അവനെ പറയാൻ വഴിയില്ല എന്ന് പറയാം. ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെ എന്തേലും അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല വിനായകേട്ടാ, ഞാനല്ല പറയണേ. ഇനിയിപ്പോ വേലു അവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കണം. അതിന് വേണ്ടുന്ന മാർഗങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെക്കാം. ഒരു കാരണവശാലും അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരായിരുന്നാ പോരെ? വിനായകൻ ചേട്ടൻ അത് പോരേന്ന് ചോദിക്കാം. അത് മതിയെന്ന് പറയണ. ഗംഗാപ്രസാദിന് സമാധാനമായി. ആ സമയത്ത് ചന്ദ്രസേനും രൂപയും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ കാട്ടിലേക്ക് പോയിട്ട് കിരണും കല്യാണി എത്തിയിട്ടില്ല. അവർക്ക് നല്ല ടെൻഷനുണ്ട്. ചന്ദ്രസേൻ രൂപയോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഞാനും കൂടെ ചെല്ലാന്ന്. രൂപ പറഞ്ഞു, അത് പിന്നെ കല്യാണി മോൾക്കും പോണമെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു കല്യാണി മോളോട് പോകണ്ടെന്ന്. കാരണം വലിയ കാടും കാര്യങ്ങളൊക്കെ അല്ലേ. സാരമില്ല, പോയിട്ട് വരട്ടെ. ഇനിയിപ്പം അവളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയങ്ങളൊക്കെ മാറ്റട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് ശാരി അങ്ങോട്ടേക്ക് വന്നു. ശാരി വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ? ഒന്നുമില്ല, ഞങ്ങള് വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുമായിരുന്നു. ആ ഗംഗാപ്രസാദിനെ കുറിച്ച് സംസാരിക്കുന്നത്. അവനെ കുറിച്ചാണോ? അല്ല, അവന് ഒളിവിൽ പോയിരിക്കുമല്ലേ, ഇതുവരെയായിട്ടും വന്നിട്ടില്ലോ. അപ്പം ഗംഗാപ്രസാദിനെ കിരൺ കൊന്നുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ശാരിയോട് പറഞ്ഞിട്ടില്ല. കാരണം ശാരിയുടെ മനസ്സിലൊന്നും ഇരിക്കില്ല. എന്താ എങ്ങനെയാന്നും അറിയത്തില്ലാത്തോണ്ടാണ് ഒന്നും പറയാതിരുന്നേ. ആ സമയം രൂപ പറഞ്ഞു, ഇനിയിപ്പൊ അവനെ കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. എന്തിനാ പേടിക്കാതിരിക്കുന്നേ? അവന് ഒളിവിൽ പോയിരിക്കില്ല, എപ്പോഴാ ഏത് നിമിഷം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അതെന്താ നിങ്ങളെല്ലാരും അങ്ങനെ പറയണേ? അവൻ എന്തേലും സംഭവിച്ചോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ചന്ദ്രസേനൻ പറഞ്ഞു, ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഒളിവിൽ പോയതിനു ശേഷം. പക്ഷേങ്കിലേ നിന്നോട് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്ന, കാരണം നിന്റെ മനസ്സിലൊന്നും നിൽക്കത്തില്ലല്ലോ. രൂപ പറഞ്ഞു, അത് ശരിയാ. ഇവിടെ ചിലപ്പം ജയിലിലെ രാഹുലിനെ കാണാൻ പോകുന്ന സമയത്ത് അയാളോടും പറയും. പിന്നെ പറയേണ്ട കാര്യമില്ല, അതുകൊണ്ടാ നിന്നോട് പല കാര്യം ഞങ്ങൾ മറച്ചു വെച്ചേന്ന് പറയണ. ഇത് കേട്ടപ്പം ശാരിക്കൊന്നും മനസ്സിലായില്ല. കാരണം ശാരി വിചാരിച്ചുകൊണ്ടിരുന്ന ഗംഗാപ്രസാദ് ഒളിവിൽ പോയിരിക്കുക, അങ്ങനെ ഒരു ചിന്ത ആ ശാരിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ഗംഗാപ്രസാദിനെ കിരണും പിടികൂടിയതും അടിച്ചതും ഇടിച്ചതും കൊന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊന്നിട്ടില്ലെന്നുള്ള കാര്യം ഈ പറയുന്ന കല്യാണിക്കോ കിരണോ അല്ലെങ്കിൽ അവർക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയത്തില്ല. ഗംഗാപ്രസാദ് മരിച്ചിട്ടില്ലെന്നുള്ള കാര്യമൊന്നും. ഈ സമയത്ത് രൂപ ചന്ദ്രസേനോട് പറഞ്ഞു, ഇനിയിപ്പം അവര് പെട്ടെന്ന് ഇങ്ങോട്ട് വരും ചന്ദ്രേട്ടാ, അതേ സമയമൊന്നും താമസിക്കില്ല, ചന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്തല്ല ശാരി മനസ്സിലോർത്ത്, എന്തുകൊണ്ടായിരിക്കും ഇവര് ഗംഗാപ്രസാദ് ഇനി മടങ്ങി വരില്ല എന്ന് പറയണേ? ഒരുപക്ഷെ ഗംഗാപ്രസാദ് അങ്ങനെ മരിച്ചു കാണുമോ, തന്നോട് മറച്ചു വെക്കുന്നതാണോ എന്നൊരു ചിന്തയൊക്കെ ശാരിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അത് ഇതേ സമയത്ത് അമലു ഗംഗാപ്രസാദിനെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് എത്തുവാണ്. അപ്പൊ മൂപ്പന്റെ ഭാര്യയും കൂടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അമലുവിനെ കണ്ടപ്പോ ചോദിച്ചു, അല്ല മോളെ, ഇവനെയും കൂട്ടിക്കൊണ്ട് നീ ഇതെവിടെ പോയതായിരുന്നു? ഞാൻ കരുതി നീ വല്ല വെള്ളം എടുക്കാനും പോയി കാണുമായിരിക്കുന്നു. അതെ, ഞാൻ വിനായകേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. വിനായകേട്ടന് അവരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്
ആ, ഞാനും വിനായകനും കൂടെ അപ്പുറം മാറിയിരിക്കുന്നുണ്ടായിരുന്നു പറയണം. അത് കേട്ടതും മൂപ്പ പറഞ്ഞു, ഒരു കണക്കിനെ കാണാതിരുന്ന നന്നായി മോനെ. മോനെ കുറിച്ച് അന്വേഷിക്കാനാന്ന് തോന്നുന്നു അവരിങ്ങോട്ടേക്ക് വന്നേ. ആ സമയത്ത് വിനായകൻ പറഞ്ഞു, അതെ അതെ, എന്നെ കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാ വന്നേന്ന് തോന്നേ. അല്ല മോൻ അറിയാവോ അവനെന്ന് ചോദിക്കണം. ഗംഗാപ്രസാദ് പെട്ടെന്ന് കൈമർത്തി, അറിയത്തില്ല എന്ന് പറയാ. അമല് ചാടിക്കയറി പറഞ്ഞു, ഇത് ശരിക്കും വേലിച്ചേട്ടൻ വെച്ച പണിയാ, എനിക്കറിയാം. അല്ലെങ്കിലും വേലിച്ചേട്ടന് പണ്ടത്തെ സ്വഭാവമൊന്നുമല്ല. അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. വരുന്നവരും പോകുന്നവരെയും ഒക്കെ വിനായൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ കാണിച്ചതല്ലേ നാട്ടിൽ ചെന്നിട്ട് ഓരോരുത്തരോട് പറയുള്ളൂ വിനായൻ ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. വിനായൻ ചേട്ടന് ഒറ്റ കൊടുക്കാനായിട്ടുള്ള പരിപാടിയാന്ന് തോന്നേ. ഇത് കേട്ടപ്പം മൂപ്പൻ പറഞ്ഞു, അങ്ങനെയൊക്കെ അവൻ ചെയ്യുവോ? പിന്നെ ചെയ്യില്ല പോലും. ഇപ്പൊ എന്നോട് ഭയങ്കര ദേഷ്യം വിനായൻ ചേട്ടന്. അല്ല, വിനായൻ ചേട്ടനല്ല, വേലിച്ചേട്ടന്. എപ്പോ നോക്കിയാലും എന്നോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഞാൻ വിനായൻ ചേട്ടനൊപ്പം നടക്കുന്നൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും അമലുവിന്റെ അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലെന്നേ, അവൻ ആളൊരു പാവ. ഇപ്പൊ തന്നെ തേൻ മേടിക്കാനായിട്ട് അവരിങ്ങോട്ടേക്ക് വന്നാ അവരെ കണ്ടാൽ തന്നെ അറിയാം അവര് നല്ലവരാന്ന്. അമലു പറഞ്ഞു, പിന്നെ മുഖത്ത് നോക്കി എങ്ങനെ നല്ലവരാന്ന് വിചാരിക്കാൻ പറ്റും? അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റില്ല അമ്മേ. അത്ര നല്ലതൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. അവരെത്രക്കാരാന്ന് നമുക്കറിയില്ല. ഇനി അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണ്ടെന്ന് വേലിച്ചേട്ടനോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലിച്ചേട്ടൻ കേൾക്കത്തില്ല. മൂപ്പ് പറഞ്ഞു, അവര് കുറെ പൈസയൊക്കെ തന്നു പറയണം. അവര് പൈസയൊക്കെ തന്ന് നമ്മുടെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. അതിന് കൂട്ടു നിൽക്കേണ്ട കാര്യമില്ല. വാ വിനായൻ ചേട്ടാ, ഞാൻ മുറി കൊണ്ടേ ആക്കാന്നും പറഞ്ഞോണ്ട് ഗംഗാപ്രസാദിനെ കൈ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അമലു. ആ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പത്തിനും മൂപ്പന് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ചിലപ്പോൾ ഇവര് തമ്മിലുള്ള അടുപ്പം കണ്ടിട്ട് അവന് ദേഷ്യം വന്നിട്ട് അവൻ ചിലപ്പോൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും ഇങ്ങനെ. മോള് പറഞ്ഞ പോലെ അധികം ആരെ ഇനിയിപ്പൊ കാട്ടിലേക്ക് വരുത്തണ്ടെന്ന് അവനോട് പറയണം. അതത്ര ശരിയായ കാര്യമാണെന്ന് തോന്നില്ല. മുറിയിലെത്തി ഇത്ര കഴിഞ്ഞപ്പോ അമലും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, തേനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് 3-4 കുപ്പി. കണ്ടോ, നല്ല 8ന്റെ പണി തന്നെ കിട്ടാൻ പോകുന്നത്. അതിനകത്ത് താൻ വിഷം കലർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലല്ലോ. ചെന്ന് കുടിക്കട്ടെ, കുടിച്ച് കഴിയുമ്പോ അറിയാം. പിന്നെ എല്ലാം തീരും. അതോടുകൂടി എല്ലാത്തിന്റെ ശവടക്ക് കൂടാം. അങ്ങനെയൊക്കെ ഗംഗാപ്രസാദ് മനസ്സിൽ കരുതുവാണ്. ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചന്ദ്രസേനും രൂപയൊക്കെ സംസാരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത്. കിരണും കല്യാണിയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പൊ ഇതിന് ശാരി അങ്ങോട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു. കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോ രൂപയിച്ച്, എങ്ങനെയുണ്ടാ മോനെ കാട്ടിപ്പോയിട്ട്? ആ സമയത്ത് കിരൺ പറഞ്ഞതേ, ഇവള് സംശയിക്കുന്ന പോലെ ഒന്നുമില്ലെന്നേ. അവിടെ ഗംഗാപ്രസാദ് ഒന്നുമില്ല, അവനെയൊന്നും കാണാൻ പറ്റില്ലെന്ന് പറയാ. ചന്ദ്രസേനൻ പറഞ്ഞു, ഇപ്പൊ മോൾക്ക് സമാധാനമായി കാണുമല്ലോ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. അതെന്താ? അവൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെ എപ്പോഴും എന്റെ മനസ്സ് പറയുന്ന വെച്ചാ. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പം കാർത്തിയുടെ കല്യാണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, കുറെ തേനൊക്കെ ഇത്തവണ കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടത് 3-4 കുപ്പി കിട്ടി. വലിയ 3-4 കുപ്പി തന്നു വിട്ടെന്ന് പറഞ്ഞത് അങ്ങോട്ട് വെക്കുവാണ്. ചന്ദ്രസേനൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു കുപ്പി തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറച്ച് തേന് കയ്യിലേക്ക് എടുത്ത് ഒഴിക്കുവാണ്. ഒഴിച്ചങ്ങനെ ഇച്ചിരി കുടിച്ചു നോക്കുക. നല്ല രുചിയുണ്ട്, ഒറിജിനൽ തേൻ തന്നെയാന്ന് പറയണേ. പക്ഷെ അറിയത്തില്ലോ അതിനകത്തൊക്കെ വിഷം കലർന്നിട്ടെന്നുള്ള കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ വിഷം കലർത്തിയ തേൻ കുടിച്ച് ചന്ദ്രസേന എന്തെങ്കിലും ആപത്ത് പറ്റുമോന്ന് അറിയത്തില്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ ഗംഗാപ്രസാദ് ഉണ്ടെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഒരു കാരണവശാലും വേലുവിന് ഇങ്ങനെ അതിനകത്ത് വിഷം കലർത്തേണ്ട കാര്യമില്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു.